നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചൈന അവരുടെ ലോക മേധാവിത്വം ഉറപ്പിക്കാനുള്ള ഒരു പദ്ധതിയായി കണക്കാക്കിയ കാര്യമായിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. പാകിസ്ഥാൻ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിൽ കൂടെയായിരുന്നു ഇത് കടന്നുപോകുന്നത്. തുടക്കം മുതൽ തന്നെ ഈ പദ്ധതിക്കെതിരെ ഇന്ത്യ രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരുന്നത്. എന്നാൽ ചൈന എത്രമാത്രം വിചാരിച്ചാലും ഈ പദ്ധതി ഇനി നടക്കാൻ പോകുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് ബദലായി മറ്റൊരു പദ്ധതി G7 അംഗരാജ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന് വിളിപ്പേരുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് G7 രാജ്യങ്ങൾ. 7 അംഗരാജ്യങ്ങളായ US, UK, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. G7 ഉച്ചകോടിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇന്ത്യയെ ഔട്ട്റീച്ച് കൺട്രി ആയി ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി G7 സമ്മേളനങ്ങളിൽ സ്ഥിരം ക്ഷണിതാവാണ് ഇന്ത്യ. ഇതോടുകൂടി പണി കിട്ടിയിരിക്കുകയാണ് ചൈനയ്ക്കും പാകിസ്ഥാനും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചൈന പാകിസ്ഥാൻ പദ്ധതിക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നതാണ് ഇതിന് കാരണം. കഴിഞ്ഞ തവണ ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചുള്ള വമ്പൻ പ്രഖ്യാപനം പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയും ചേർന്ന് നടത്തുന്നത്. ഇത് ചൈനയെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ഇസ്രായേൽ കൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇതിനെ തുടർന്നാണ് പൊടുന്നനെ ഒരു പ്രകോപനവുമില്ലാതെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. തുടർന്ന് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുകയും അറബ് രാജ്യങ്ങളുടെ പൊതുവികാരം ഇസ്രായേലിനെതിരെ തിരിയുകയും ചെയ്തു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി നിലവിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ചൈന പുറകിൽ നിന്ന് കളിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതെന്ന് ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഹമാസിന്റെ പക്കൽ നിന്നും അനവധി ചൈനീസ് നിർമ്മിത ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു. ഹമാസ് പോരാളികൾക്ക് ട്രെയിനിങ് നൽകിയതും അവർക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചതും ചൈനയാണെന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ചൈന ഏതൊക്കെ രീതിയിൽ കളിച്ചുകൾ കളിച്ചാലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്താൻ പോകുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തവണ G7 സമ്മേളനത്തിൽ വെച്ച് ലഭിച്ചത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പൂർവാധികം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അംഗരാജ്യങ്ങൾ അറിയിച്ചതോടെ ചൈന ഇതുവരെ നടത്തിയ കുത്തിത്തിരിപ്പുകൾ മുഴുവൻ പാഴായിപ്പോയിരിക്കുകയാണ്. ചൈനയെ ഉപദ്രവിക്കാനോ സാമ്പത്തിക വികസനം തടയാനോ G7 ശ്രമിക്കുന്നില്ലെന്നും എന്നാൽ അന്യായമായ നടപടികളിൽ നിന്ന് ബിസിനസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും ഉച്ചകോടി പുറത്തിറക്കിയ പ്രസ്താവന ഊന്നിപ്പറഞ്ഞു. അതായത് G7 നിലപാട് വ്യക്തമാണ്. അന്യായമായ വഴികളിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ചൈന ശ്രമിച്ചാൽ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വ്യക്തമാക്കിയത്. ചൈന ഇനി അടുത്ത എന്ത് പണിയുമായിട്ടാണ് വരാൻ പോകുന്നതെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.